ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ. ദില്ലിയിലെ AICC ആസ്ഥാനത്തെത്തി ഇരുവരും അംഗത്വം സ്വീകരിച്ചു. രാജ്യത്തെ പെൺമക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ തെരുവ് മുതൽ നിയമസഭ വരെ തങ്ങളുണ്ടാകുമെന്ന് വിനേഷ് പ്രതികരിച്ചു. വിവരങ്ങൾ സ്വാതി നൽകും. സ്വാതി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ന് ഗുസ്തി താരങ്ങളായിട്ടുള്ള വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും ഇന്ന് കോൺഗ്രസിൽ ചേർന്നത്. രാവിലെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിലെ AICC ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഹരിയാനയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുമാണ് ഇരുവരെയും സ്വീകരിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള വിനേഷ് ഫോഗട്ടിന്റെ പ്രസംഗം, വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം ഏറ്റവും പ്രസക്തമായിരുന്നു. എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് തന്റെ പ്രതികരണം ആരംഭിച്ചത്. അതിനുശേഷം താൻ ഇതുവരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ വിനേഷ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അതോടൊപ്പം ജന്തർ മന്ദിറിൽ ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി താൻ പ്രതികരിച്ചു. അവിടെ പ്രതിഷേധത്തിന് ശേഷം ചില BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത് തങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ്. അതിനുശേഷം ഞങ്ങളുടെ ഭാവി ഇല്ലാതാകും, ഇനി ഒരു മത്സരത്തിൽ പങ്കെടുക്കില്ല എന്ന് ചിലർ വിചാരിച്ചു. എന്നാൽ അതിനുശേഷവും ദേശീയ വേദികളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. ഒളിമ്പിക്സിലടക്കം പങ്കെടുത്തു. തന്റെ പരമാവധി പ്രകടനമാണ് ഒളിമ്പിക്സിൽ കാഴ്ചവെച്ചത്. എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. തന്റെ നിയോഗം ഇതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു എന്നടക്കമുള്ള പ്രതികരണമാണ് വിനേഷ് ഫോഗട്ട് നടത്തിയത്. തെരുവിൽ നിന്ന് ഇപ്പോൾ നിയമസഭ വരെയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടിയാണ് വിനേഷ് ഫോഗട്ട് നൽകിയത്. अपने लोगों का भला कर सकते हैं, चाहे कितना ही % हमारे हाथ में होगा वो हम करने की कोशिश करेंगे। और मैं अपनी बहनों को बताना चाहती हूँ कि आपकी बहन आपके साथ में है। किसी भी मुसीबत में, किसी भी पल, किसी भी क्षण आप ऐसे मत समझना कोई भी आपके साथ में नहीं है. റെയിൽവേയിലെ തന്റെ ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തുന്നത്. എന്നാൽ ഇതിനുശേഷം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിൽ മുൻനിര പോരാളിയായി നിന്നു കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് BJP നേതാവും ഗുസ്തി ഫെഡറേഷന്റെ മേധാവിയുമായിട്ടുള്ള ബ്രിജ്ഭൂഷണെതിരെ പോരാടിയത്. ഇനിയും ആ പോരാട്ടം തുടരുമെന്ന കാര്യം കൂടി വിനേഷ് സൂചിപ്പിക്കുകയുണ്ടായി. ഈയിടെ ഇനി വരാൻ പോകുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിക്കുമെന്ന സൂചനകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം കോൺഗ്രസ് ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നു. ദില്ലിയിലെ AICC ആസ്ഥാനത്തെത്തി ഇരുവരും അംഗത്വം സ്വീകരിച്ചു. വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്.